ഞാൻ ഒന്ന് പുറത്തോട്ട് പോകണേ. ഒന്ന് ചോദിക്കാത്ത എന്തെങ്കിലും പറയേ. എന്ത് ചോദിക്കേ? എന്തെങ്കിലും ചോദിക്ക. ഞാൻ പുറത്തോട്ട് പോകല്ലേ. എവിടെ പോവാ? പുറത്തോട്ട് പോകുന്നു. നല്ല ഷർട്ട്, നല്ല പാന്റ്, വാച്ചും കൊള്ളാം. മതിയാ? ഇനി ഞാൻ ചോദിക്കാം. നിർബന്ധമില്ല. അല്ല, നിർബന്ധമുണ്ട്. എനിക്ക് നിർബന്ധമില്ല. നിർബന്ധമുണ്ട്. ഞാൻ ഇന്നലെ ചോദിച്ച 5000 രൂപ. തരില്ല എന്ന് പറഞ്ഞല്ലോ. അതെന്ത് തരാത്തത്? തരാൻ പറ്റില്ല. എനിക്ക് ആവശ്യമുണ്ടെന്ന്. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. പൈസ അറിയോട്ട്. നിങ്ങൾ എത്ര ചൂടായാലും എത്ര നിർബന്ധിച്ചാലും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തരാൻ പറ്റില്ല. 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 പറ്റില്ലെങ്കിൽ നീ ഓഫീസിൽ പോകൂല. പോകൂല. എനിക്ക് 9 ബസ്. നീ ഇന്ന് ഓഫീസിൽ പോലെ. ചേച്ചി, ഇങ്ങനെയാണ് ഒരു ഭർത്താവും ഭാര്യയും തമ്മില്? ഭർത്താവ് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ സഹായിക്കേണ്ട ഭാര്യയുടെ കടമയല്ലേ? കേള്, വിവരമില്ലെങ്കിലും അവനറിയാം, കാര്യങ്ങൾ അറിയാം. കാശ് കൂടി ചേച്ചി. നീ എന്തിനാ പറയണേ? ഞാൻ ഒന്നും അറിഞ്ഞില്ല, പക്ഷെ അളിയന് കാശ് ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അല്ലേ അളിയ? അതെന്തിനാന്നാ ഞാൻ ചോദിച്ചേ. അതെന്തിനൊന്നും എന്റെ അടുത്ത് ചോദിച്ചാ എനിക്കെങ്ങനെ പറയാൻ പറ്റും? അത് കാശ് ആവശ്യപ്പെടുന്ന ആളുടെ അടുത്ത് വേണ്ട ചോദിക്കാൻ. അപ്പൊ അളിയൻ പറഞ്ഞു തരും എന്തിനാണ് കാശ് എന്ന്. അളിയൻ പറഞ്ഞു തരും. അതെന്തിനെന്ന് പറയണം, അത്രേ ഉള്ളൂ. അത് പറയേണ്ടത് ഞാനല്ലല്ലോ, അളിയനല്ലേ. ചോദിക്ക്. അളിയ പറഞ്ഞു കൊടുക്ക. അളിയൻ എന്തിനാണ് കാശെന്ന്. അളിയൻ എന്തിനാണ് കാശെന്ന് അളിയൻ എൻ്റെ അടുത്ത് പറഞ്ഞ അളിയന് ഞാൻ ചേച്ചിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു തരും. അയ്യോ, നീ എന്നെ കാര്യം സൂചിപ്പിക്കല്ലേ. നീയൊക്കെ കാശ് തന്നില്ലെങ്കിൽ അതിന് വഴിയുണ്ട്. എന്ത് വഴി? ഞാൻ ഇത് ഊരി വിൽക്കും. ഈ കല്യാണ മോതിരം ഞാൻ ഊരി വിൽക്കും. ഇതേ ഈ മോതിരം. ബാലു എന്ത്? ബാലു തന്നെ. ബാലു ആണ് പറയണത്. വിറ്റിരിക്കും. ബാലുടെ പറയണത്. ഇതേ ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങിച്ച മോതിരമാണ്. ഇതെങ്ങനെ ഉണ്ടോ വിൽക്കും? ഇത് വിറ്റാലേ ചേച്ചിയുടെ താലിമാലയും വിൽക്കും. എടാ വിൽക്കണം. എടാ എന്ത് വിൽക്കണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. നീ അല്ല ഇവിടെ തീരുമാനിക്കണേ. അവന് പറയാനുള്ള അധികാരമുണ്ട്. കേട്ടാ, എനിക്ക് പറയാനുള്ള അധികാരമുണ്ട്. വിറ്റ് നോക്കാത്. ഇവിടുത്തെ എല്ലാ അധികാരം അവനങ്ങ് ഏൽപ്പിച്ചേക്കാണ്. ഇത് വിറ്റ് നോക്ക്. എങ്കിൽ ഒരു കാര്യം ചെയ്യും, ചേച്ചിയും അതിനും കൂടെ അങ്ങ് എല്ലാം ഉണ്ടാക്കുക കേട്ടാ. പക്ഷെ അത് കാര്യം നീ ഓഫീസിൽ ഇതേ ഇത് മറ്റേതിനുള്ള പോക്കാണ്. അപ്പോ ഒരു 5000 രൂപ ഒന്ന് സഹായിക്കാൻ നിന്റെ ഇല്ല. അളിയ, ചേച്ചി സഹായിച്ചില്ലെങ്കിൽ അളിയനെ ഞാൻ സഹായിക്കും. വാടാ. നിന്റെ സഹായം അവിടെ ആർക്ക് വേണം? അപ്പൊ അളിയൻ കല്യാണ മോതിരം വിൽക്കാൻ തന്നെ തീരുമാനിച്ചു. അളിയ, സത്യം പറയണം. അളിയ ആത്മാർത്ഥമായിട്ട് ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ടാ? ഇപ്പൊ പറയാൻ മനസ്സില്ല, സൗകര്യമില്ല. ഇപ്പൊ പറയണം. ഇപ്പൊ തന്നെ പറയണം. ചേച്ചിയെ സ്നേഹിക്കുന്നുണ്ടോ അതോ മറ്റേ പറയട്ടാ. മറ്റേ അവള് തുളസി. ബസ് സ്റ്റാൻഡ് തുളസിയാ. തുളസി അങ്ങനെ വേണ്ടി വന്ന ആരവള്? കൊല്ലവളെ. കിട്ടണം. ഇന്ന് കിട്ടണം. ഇപ്പൊ കിട്ടണം ഡൈവോഴ്സ്. ഇപ്പൊ തരടാ ഡൈവോഴ്സ്. നീ കുറെ നാളുകൊണ്ട് പറയണല്ലേ ഡൈവോഴ്സ് എന്ന്. എന്നാ വിളിച്ചല്ലോ പോ. നിന്റെ വീട്ടിൽ വിളിച്ചല്ലോ പോ. കൊണ്ടുപോയി പുഴുകി തന്നെ ശല്യങ്ങള്. എന്താ ബാലു ഇത്? പറ്റിപ്പോയി, തെറ്റാണെന്നറിയാം. മനസ്സാകെ ഒന്ന് ഇളകിപ്പോയി. തണല് കണ്ടപ്പം കരയങ്ങ് ഒതുങ്ങി. ചേച്ചി കണ്ട, ഇങ്ങേര് ഫ്രോഡ്, ഗജ ഫ്രോഡ്. ഇങ്ങേര് ഒരുമാതിരി മപ്പം കളിച്ച് ഒപ്പിച്ചെടുത്തത് കണ്ട. ബസ്സൊന്നും തരൂല, കേസ് കൊടുക്കും, നഷ്ടപരിഹാരം വേണം. തന്റെ കുടുംബം മറ്റേ രാഘമാവൻ ഉണ്ടല്ല, അങ്ങനെ മറ്റേ നീണ്ടു പറഞ്ഞ് കിടക്കണ പെരേണ്ടോണ്ടല്ല, അത് എഴുതി വാങ്ങിക്കും. ചേച്ചി വാങ്ങിച്ചു ഇങ്ങോട്ട്. തന്നെ കോടതി എഴുതി കാണിച്ചു തരുവാ. പിള്ളേര് 5 എന്നാലും വിടൂല. തന്റെ ടിൻഡിമോ മുഖത്തോണ്ടല്ല, ആസിഡ് ഒരു ഒഴിക്കും. എടാ, എന്റെ ഒരു തുണ്ട് ഭൂമിയോ ചില്ലിക്കാശോ നഷ്ടപരിഹാരമായിട്ട് തരുമെന്ന് ഒരുത്തരും വിചാരിക്കണ്ട. എന്റെ സർവ്വ സ്വത്തുക്കളും എന്റെ തുളസിന്റെ പേരിൽ ഞാൻ എഴുതി വയ്ക്കും. കണ്ട, ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ പറയാൻ കേട്ടോ. ദുഷ്ടൻ പന്നൈ. എടാ, എങ്ങനെടാ എനിക്ക് ഉളുപ്പ്? എനിക്ക് ഒരു ഉളുപ്പുമില്ലടാ. എടാ ഒരു പുരുഷൻ അവന്റെ ഭാര്യ എന്ന് പ്രതീക്ഷിക്കണം. എന്താണടാ? എവിടെ പെണ്ണ് കെട്ടാതെ കിടക്കണം? അവനടുത്തൊക്കെ പറഞ്ഞിട്ട് കാര്യം തരും പറയണമെന്ന്. എന്നാലും ഞാൻ പറയണ്, ഒരു പുരുഷൻ
അവ എന്താണ് അവന്റെ ഭാര്യ എന്ന് പ്രതീക്ഷിക്കണേ? സ്നേഹം, ഒരു സാമീപ്യം. എവിടെയാടാ എനിക്കിത് എവിടെ കിട്ടാൻ കിട്ടോ? എടാ 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 ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ട് വർഷം എത്ര ആയടാ? വർഷം എത്രയായി? അഥവാ എന്തെങ്കിലും ഒന്ന് സ്നേഹത്തോടെ ഒന്ന് അടുത്ത് വരുമ്പോ പണ്ടാരം അടങ്ങാൻ വേണ്ടി എവിടെന്നെങ്കിലും വന്ന് അതും പിടിച്ചു വാങ്ങിച്ചോണ്ട് നീ ഓടും. മടുത്തടാ, എന്നെ ഇനി ആരും സ്നേഹിക്കല്ലേ. എന്നെ അടവ് നീ കാണിക്കടാ. എന്നെ ഇനി ആരും സ്നേഹിക്കണ്ട. സ്നേഹിച്ചിടത്തോളം മതി. എന്നെ സ്നേഹിക്കാൻ ആളുണ്ട്. ഞാൻ ഇപ്പൊ വയസ്സായി വരെയാണ്. എന്നെ നോക്കാൻ ഒരാൾ വേണം. അത് ഞാൻ കണ്ടെത്തി കേട്ടാ. ആ നമ്പർ കാണിക്കല്ലേ നീ അടുത്ത്. കണ്ടേ ഇവിടെ ഇല്ലേ? ഇവിടെ എവിടെ ഇറങ്ങി പോണത്? അവളമാരൊക്കെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് കയറാണ്ടല്ല കാണിച്ചേടാ. നീ ഒരു പുല്ലും ചെയ്യൂല. ധൈര്യം ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വരാ. 1/2 മണിക്കൂറിനായി ഞാൻ കൊണ്ടുവരും. അതെ, ഞാൻ മാത്രമല്ല, ഞാൻ പോകൂല. ഞാൻ വരും. തുളസി അച്ഛ വരും. ബാലു ഉള്ളെടുത്ത് തുളസി ഉള്ളെടുത്ത് ബാലു. നോക്കിക്കോ, നീ ഇവിടെ നീ കാണൂല. അവളെ കാണിച്ചാൽ വിളിച്ചോണ്ട് പോവാ നിങ്ങള് കേട്ടാ. പ്രായമായ പിള്ളേരുള്ള വീടാണ്. ഇങ്ങ് വരട്ട്. മാവനെ ചുമ്മാ ഇരുന്നേ. മാവൻ അല്ലേലും ഭയങ്കര മിടുക്ക അച്ഛനെ കുറ്റപ്പെടുത്താൻ. ആ പൊന്നുമ അവിടെ ഇരുന്നോ. അച്ഛ ഇപ്പൊ വരും പുതിയ അമ്മയും കൊണ്ട് കേട്ടാ. ശ്രീകുട്ടാ വരുന്നു. പറഞ്ഞതുപോലെ ചെയ്തല്ല ചേച്ചി അയാള്. തുളസി അറിയുവാ. നീ ധൈര്യമായിട്ട് വാ. ഞാനല്ലേ വിളിക്കണേ? നീ ധൈര്യമായിട്ട് ഇറങ്ങി വാ. ധൈര്യമായിട്ട് ഇറങ്ങി വാ. നിന്നെ ഇവിടെ ആരും ഒരു പുല്ലും ചെയ്യൂല. ഇറങ്ങി വാ. ഞാനല്ലേ വിളിക്കണേ? നീ ഈ തറയില് നീ കാലുത്തി നീ അറിയോടി. വാ ഇറങ്ങി വാ. ഇറങ്ങി വാ. നീ തുളസി വാ. നീ ഇറങ്ങി വാടി. വെളിയിൽ വാ. തുളസി വാ. നീ ഇറങ്ങി വാടി. വെളിയിൽ വാ. ഇതാണ് തുളസീധരൻ. എവന്റെ 2 മാസം മുമ്പ് ഞാൻ ഒരു 5000 രൂപ കടം വാങ്ങിച്ചു. അതിപ്പോ കൊടുത്തില്ലെങ്കിൽ യവൻ വീട്ടിൽ കയറി താമസിക്കുമെന്ന്. അത് പക്ഷെ നമുക്ക് അധികം ചെലവാകും. നീലോ, നീ ഒരു 5000 എടുത്തോര് കൊടു. എന്തടാ? എന്ത് വെട്ടോത്തി? വെട്ടോത്തി എന്തിനു കൈ വെച്ചിക്കണേന്ന്? കയ്യില എന്തിനടാ? ആരാ വെട്ടാൻ? അച്ഛനെ വെട്ടാൻ. എന്നെ വെട്ടാനാ? എന്നല്ല തുളസി. തുളസിയാ? ബസ് സ്റ്റാൻഡില് അളിയായി എന്നെ വെട്ടോത്തിയായിട്ട് തീർന്ന്. എപ്പിസോഡ് തീർന്ന്.